ട്രയൽ അലോട്ട്മെന്റ് കിട്ടാത്ത ആൾക്കാർ ഇത് എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഹായ് മക്കളെ, +1 ട്രയൽ അലോട്ട്മെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താ, HSCAPന്റെ സൈറ്റിലോട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. അതിൽ ഫസ്റ്റ് സൈറ്റ് തന്നെ കിടക്കുന്നത് HSCAP തന്നെയായിരിക്കും. അതിൽ ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരാം. അതിൽ യൂസർ നെയിമും പാസ്വേഡും പിന്നെ ഡിസ്ട്രിക്റ്റും ആയിരിക്കും വരാം. യൂസർ നെയിം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറാണ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ അറിയാത്ത ആൾക്കാർക്ക് നമ്മുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച ഫോം ഉണ്ടാവും. അതിൽ ഏറ്റവും മുകളിലായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് തന്നെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാസ്വേഡ് ഉണ്ടാവും. അതും നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് കൂടാതെ നമ്മൾ ഏതാണോ ഡിസ്ട്രിക്റ്റിൽ അപ്ലൈ ചെയ്തേക്കുന്നത് അതും കൊടുക്കുക. ഇനി ചിലപ്പോൾ പാസ്വേഡ് മറന്നുപോയ ആൾക്കാരുണ്ടാവും. പാസ്വേഡ് മറന്നുപോയ ആൾക്കാരാണെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്വേഡ് റിട്രീവ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയ ആൾക്കാരാണ്, അല്ലെങ്കിൽ യൂസർ നെയിം മറന്നുപോയ ആൾക്കാരാണെങ്കിൽ നമ്മൾ നേരത്തെ കാൻഡിഡേറ്റ് ലോഗിൻ പറഞ്ഞില്ലേ, ആ കാൻഡിഡേറ്റ് ലോഗിൻ്റെ കേസിൽ അതിൻ്റെ താഴെ തന്നെ ഗെറ്റ് യൂസർ നെയിം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ നമുക്ക് ഈസി ആയിട്ട് ആ ആപ്ലിക്കേഷൻ നമ്പർ റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ കാൻഡിഡേറ്റ് ലോഗിനിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. അതിൽ അപ്ലൈ ചെയ്ത ഡിസ്ട്രിക്റ്റും നിങ്ങളുടെ പേരും ഏത് സ്കീമാണ് SSLCയുടെ എന്നുള്ളതും രജിസ്റ്റർ നമ്പറും മൊബൈൽ നമ്പറും ഉണ്ടാവും. അതിൽ സെൻഡ് OTP എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ആ സെൻഡ് OTPയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. എന്നിട്ട് ആ OTP നിങ്ങൾ ഏത് ഫോൺ നമ്പറാണോ കൊടുത്തേക്കുന്നത് അതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ സബ്മിറ്റ് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ടും ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് അലോട്ട്മെന്റ് ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിൽ നേരെ തന്നെ കാണിച്ചിട്ടുണ്ടാവും കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ആൻ അലോട്ട്മെന്റ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടി എന്നുള്ളതാണ്. ചിലപ്പോൾ അലോട്ട്മെന്റ് കിട്ടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ യു ഹാവ് ഗോട്ട് നോ അലോട്ട്മെന്റ് എന്നായിരിക്കും കാണിക്കുക. ഇനി ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിയേക്കുന്ന ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് 2 ഓപ്ഷനുകൾ ഉണ്ടാവും. ഒന്ന് ട്രയൽ റിസൾട്ട് എന്നുള്ളതും രണ്ടാമത്തെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതും. ട്രയൽ റിസൾട്ടിൽ എത്രാമത്തെ ഓപ്ഷനായിട്ടുള്ള സ്കൂളാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതും എഡിറ്റ് ആപ്ലിക്കേഷനിൽ ഇനി ഓപ്ഷനുകൾ നമ്മൾ മാറ്റുന്നുണ്ട്, നിങ്ങളുടെ നെയിം വന്നേക്കുന്നതിൽ തെറ്റുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ട്രയൽ അലോട്ട്മെന്റിലോട്ടാണ് പോകാൻ പോകുന്നത്. കാരണം ആ ഓപ്ഷനുകളിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ട്രയൽ റിസൾട്ടിന്റെ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന റാങ്ക് ഡീറ്റെയിൽസും അലോട്ടഡ് സ്കൂൾ കോമ്പിനേഷനും ആയിരിക്കും. ഇനി അലോട്ട്മെന്റ് കിട്ടാത്തവർക്ക് ഈ ഒരു അലോട്ടഡ് കോമ്പിനേഷൻ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അലോട്ടഡ് സ്കൂളിന്റെ കാര്യം നോക്കാം. അവിടെ ലാസ്റ്റ് റാങ്കും അതുപോലെ റാങ്കും തന്നിട്ടുണ്ടാവും. ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ സ്കൂളിൽ അലോട്ട് ചെയ്തേക്കുന്ന മാക്സിമം റാങ്ക് ആണ്. ഇവിടെ റാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ആ സ്കൂളിലുള്ള റാങ്ക് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നോക്കിയാൽ ഇവിടെ ലാസ്റ്റ് റാങ്ക് 305 ആണ്, ഇവിടെ 241 നമ്മുടെ റാങ്ക് വരുന്നത്. അപ്പോൾ കുറവാണ് റാങ്ക്, അതുകൊണ്ട് തന്നെ അവിടെ അലോട്ട്മെന്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി മുകളിലുള്ള ഓപ്ഷനിലോട്ട് പോവാം. ലാസ്റ്റ് റാങ്ക് അവിടെ വരുന്നത് 194 ആണ്, നമ്മുടെ റാങ്ക് വരുന്നത് 114 ആണ്. അപ്പോൾ റാങ്ക് നമ്മുടെ വലുതാണ്, അതുകൊണ്ട് തന്നെ അവിടെ അലോട്ട്മെന്റ് കിട്ടാനുള്ള ചാൻസും കുറവായിരിക്കും. ഇനി ഇവിടെയുള്ള ഡിഫറൻസ്, ലാസ്റ്റ് റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് വളരെ വലുതാണെങ്കിൽ നമുക്ക് അലോട്ട്മെന്റ് കിട്ടാനുള്ള ചാൻസുകൾ വളരെയധികം കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാം, അതുപോലെ കൂടുതൽ സ്കൂളുകളും കോമ്പിനേഷനുകളും ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റിൽ ഒരു സ്കൂൾ പോലും കിട്ടാത്ത ആൾക്കാർ. അപ്പോൾ നേരത്തെ തന്നെ നോക്കുക, ജൂൺ 10 വരെ സമയമുണ്ട്. കൃത്യമായിട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.